ചരിത്ര സ്മാരകമായ തൃശൂരിലെ ശക്തൻ തമ്പുരാൻ കോവിലകം നവീകരണത്തിനായി അടച്ചിട്ടിട്ട് 2 വർഷം പിന്നിടുകയാണ്. വരുന്ന ഓണം സീസണിലും ശക്തൻ മ്യൂസിയം അടഞ്ഞുകിടക്കാനാണ് സാധ്യത. 2 വർഷം കൊണ്ട് ലക്ഷങ്ങളുടെ വരുമാന നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ടും സർക്കാരിന് കുലുക്കമില്ല. 2022 ആഗസ്റ്റിലാണ് നവീകരണത്തിന്റെ പേരിൽ മ്യൂസിയം അടച്ചിട്ടത്. നാളിതുവരെയായിട്ട് നവീകരണം പൂർത്തിയായിട്ടില്ല. നിർദ്ദേശിച്ച രീതിയിൽ പ്രവർത്തനം നടക്കാഞ്ഞതിനാൽ കരാറുകാരെ മാറ്റി. എന്നിട്ടും കാര്യങ്ങൾ എഴുതി നീങ്ങുകയാണ്. കേരള മ്യൂസിയമാണ് ഇപ്പോൾ നവീകരിക്കുന്നത്. മെഗാലിത്തിക് യുഗ ഗാലറി, വാതിലും ജനലും ഉൾപ്പെടെയുള്ള തടികൊണ്ടുള്ള ഫർണിച്ചറുകളും പൂന്തോട്ടവും ഗേറ്റ്, ഓഫീസ്, ഗാർഡ് റൂമുകൾ, കൊട്ടാരത്തിന്റെ കോമ്പൗണ്ട് ഭിത്തി എന്നിവയെല്ലാം നവീകരിക്കുന്നുണ്ട്. 1795 രാമാവർമ്മ തമ്പുരാനാണ് കേരള ഡച്ച് ശൈലിയിൽ കൊട്ടാരം പുനർനിർമ്മിച്ചത്. ശക്തൻ തമ്പുരാന്റെ അധികാര കേന്ദ്രമായിരുന്ന ഇത് പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചു. 2005 ഇതൊരു മ്യൂസിയമാക്കി മാറ്റി. വിദ്യാർത്ഥികളെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്ന പുരാവസ്തു ശേഖരമാണ് ഇവിടെ ഒരുക്കിയത്. മറ്റൊരു ചരിത്ര സ്മാരകമായ ഇരട്ടച്ചിറ കോവിലകവും ആർക്കും തുറന്നു നൽകാതെ കിടക്കുകയാണ്. മന്ദഗതിയിലുള്ള നവീകരണം മൂലം പ്രതിദിനം 100 കണക്കിന് സന്ദർശകർ എത്തിക്കൊണ്ടിരുന്ന കോവിലകം ലക്ഷങ്ങളുടെ വരുമാന നഷ്ടമാണ് വരുത്തിവച്ചിരിക്കുന്നത്.